എല്ലാവർക്കും നമസ്കാരം. ഭൂരിഭാഗം ബിസിനസ്സുകാരും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. സ്ട്രാറ്റജിയൊക്കെ പ്ലാൻ ചെയ്യാൻ പറ്റും, പക്ഷേ ഇതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യും? ഇംപ്ലിമെൻറ്റേഷൻ ആണല്ലോ ഏറ്റവും വലിയ ചലഞ്ച് എന്നുള്ളത്. ശരിയാണ്, എല്ലാ ബിസിനസ്സുകളിലും എത്ര മനോഹരമായ സ്ട്രാറ്റജികളോ എത്ര മനോഹരമായ പ്ലാനോ പദ്ധതിയോ ഉണ്ടാക്കിയാലും അത് എക്സിക്യൂട്ട് ചെയ്ത് വിജയിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യം. ഇതിന് സഹായിക്കുന്ന ഒരു മോഡലാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. വേൾഡിലെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു കൺസൾട്ടിങ് കമ്പനിയാണ് ബെയ്ൻ ആൻഡ് കമ്പനി. ബെയ്ൻ ആൻഡ് കമ്പനി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് മോഡൽ ബ്രിഡ്ജ് എന്ന ഒരു കോൺസെപ്റ്റ് ആണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. കാരണം സ്ട്രാറ്റജിയെ എങ്ങനെ എക്സിക്യൂഷനിലേക്ക് കൊണ്ടുപോകാം. കാരണം സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് പല കമ്പനികളും വിഷനും മിഷനും വാല്യൂസും അല്ലെങ്കിൽ പല സ്ട്രാറ്റജിക് പ്ലാനുകളും ആനുവൽ ബിസിനസ് പ്ലാനും ഒക്കെ ഡെവലപ്പ് ചെയ്യും. ഇത് എക്സിക്യൂഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അതിനൊരു പ്ലാനിങ് കലണ്ടർ വേണം, റോഡ് മാപ്പ് വേണം, അതിൻ്റെ പെർഫോമൻസ് അസസ്മെൻറ്റ് വേണം, അത് എക്സിക്യൂഷനിലേക്ക് കൊണ്ടുപോകണം. ഇതിനിടയിൽ ഒരു ഓപ്പറേറ്റിംഗ് മോഡൽ കൊണ്ടുവന്നിരിക്കുകയാണ്. ഒരു 5 കാര്യങ്ങൾ ആ ഓപ്പറേറ്റിംഗ് മോഡലിലുണ്ട്. അത് ശ്രദ്ധിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഉദ്ദേശിക്കുന്ന സ്ട്രാറ്റജി എക്സിക്യൂട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഓപ്പറേഷണൽ മോഡലിൽ പറയുന്ന ഓപ്പറേറ്റിംഗ് മോഡലിൻ്റെ ഭാഗമായിട്ട് ദ ബ്രിഡ്ജ് ഫ്രം സ്ട്രാറ്റജി ടു എക്സിക്യൂഷനിലുള്ള 5 എലമെൻറ്റുകളിൽ ആദ്യത്തത് സ്ട്രക്ചറാണ്. നമ്മൾ എന്ത് സ്ട്രാറ്റജി പ്ലാൻ ചെയ്താലും അത് എക്സിക്യൂഷനിലേക്ക് കൊണ്ടുപോകുന്നതിൽ ഏറ്റവും വലിയ കീ എലമെൻ്റാണ് ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചർ. ക്ലിയർ ആയിട്ടുള്ള ബൗണ്ടറീസ് ബിറ്റ്വീൻ ബിസിനസ് യൂണിറ്റ്, ഷെയർഡ് സർവീസസ്, അല്ലെങ്കിൽ ഓരോരുത്തരുടെ സെൻറ്റർ ഓഫ് എക്സ്പെർട്ടൈസ്. നമ്മുടെ സ്ഥാപനത്തിൽ ആര്, എന്ത്, എപ്പോൾ, എവിടെ, എങ്ങനെയെന്നൊക്കെ നിർവചിക്കപ്പെട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടാവണം, അതിൻ്റേതായ സ്ട്രക്ചർ ഉണ്ടാവണം. ഓർഗനൈസേഷൻ്റെ സൈസ് അനുസരിച്ച് ഓർഗനൈസേഷൻ്റെ ഒരു ഷേപ്പും സെറ്റ് ചെയ്യേണ്ടതുണ്ട്. എങ്ങനെയായിരിക്കണം നമ്മുടെ ഓർഗനൈസേഷനിലെ കമ്മ്യൂണിക്കേഷൻ, ആരൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ ഇടപെടണം, ആരാണ് എന്തിൻ്റെയും ഉത്തരവാദി, അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൻ്റെ അടുത്ത ലെവലിലേക്ക് പോകുമ്പോൾ എങ്ങനെയായിരിക്കണം സ്ട്രക്ചർ. അങ്ങനെ ഒരു സ്ട്രക്ചർ ഡെഫിനേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഈ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ എക്സിക്യൂഷനിലേക്ക് വരുമ്പോൾ ഉത്തരവാദിത്തം എടുക്കേണ്ട ആളുകൾ ആരാന്ന് നിർവചിക്കപ്പെട്ടിട്ടുള്ള ഒരു സംവിധാനം അവിടെ ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ കാര്യം അക്കൗണ്ടബിലിറ്റീസാണ്. ഓരോ വ്യക്തിയുടെയും ഓണർഷിപ്പിൽ എന്തെല്ലാം കാര്യം നടക്കണം. ഇപ്പോൾ നമ്മളൊരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുക്കുമ്പോൾ അതിൽ കാണുന്ന കാര്യങ്ങളെ വിലയിരുത്തേണ്ടത് ആരുടെ ഉത്തരവാദിത്തം, അതിൽ നിന്ന് തീരുമാനം എടുക്കേണ്ടത് ആരാണ്, ആ തീരുമാനങ്ങൾ നടപ്പിലാക്കേണ്ടത് ആരാണ്, നടന്നു എന്ന് ഉറപ്പ് വരുത്തേണ്ടത് ആരാണ്. അങ്ങനെ ഓരോരുത്തരുടെയും ഒരു അക്കൗണ്ടബിലിറ്റീസ് അല്ലെങ്കിൽ ഓണർഷിപ്പ് കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്ത് അതിലുള്ള കാര്യങ്ങൾ ചെയ്താൽ അവർക്ക് കിട്ടാവുന്ന മോട്ടിവേഷൻ, അവരുടെ ഇൻസെൻറ്റീവ്സ് അടക്കമുള്ള കാര്യങ്ങളെ പ്രയോറിറ്റിയിൽ പ്ലാൻ ചെയ്യണം. മൂന്നാമത്തെ ഒരു ഏരിയ ഗവേണൻസ് ആണ്, ഇതിൻ്റെ മാനേജ്മെൻറ്റ്. നമുക്കതിന് വേണ്ട സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ്, ടീം അല്ലെങ്കിൽ ഒരു ലീഡർഷിപ്പ് ടീം, കോർ ടീം, ഇതൊക്കെ സെറ്റ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റാണ്. കാരണം ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ഡിസിഷൻസ് ഓർഗനൈസേഷനിൽ വരണം. അത് ഡാറ്റ ഡ്രിവൺ ആണെങ്കിൽ വളരെ നന്നായിരിക്കും. അപ്പോൾ ഡാഷ്ബോർഡുകളോ MISകളോ കീ മെട്രിക്സുകളോ ഉപയോഗിച്ച് ടീമിന് എന്താണ് നടക്കുന്നതെന്ന് ബോധ്യപ്പെടാനും പറ്റുക. എന്നിട്ട് ലീഡർഷിപ്പ് ടീം അതിനനുസരിച്ച് കാര്യങ്ങൾ സ്വയം ഏറ്റെടുത്ത് നടത്തുന്ന അവസ്ഥ. അങ്ങനെ ഒരു ഗവേണൻസ് പലപ്പോഴും എക്സിക്യൂഷൻ ആവശ്യമാണ്. നാലാമത്തെ കാര്യം വേസ് ഓഫ് വർക്കിംഗ്. എങ്ങനെയാണ് വർക്ക് നടക്കുന്നതെന്നുള്ള സ്ട്രക്ചർ നേരത്തെ നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ മെത്തഡോളജിയും ഇമ്പോർട്ടൻ്റ് ആണ്. വേ ഓഫ് വർക്കിംഗ്, ഒരു കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന, ഓണർഷിപ്പ് എടുത്ത് വർക്ക് ചെയ്യുന്ന, സപ്പോർട്ട് ആവശ്യം വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വേഗതയിൽ നൽകുന്ന ഒരു ടീം ഉണ്ടെങ്കിലേ ഓർഗനൈസേഷൻ മുന്നോട്ട് പോകുള്ളൂ. അവരുടെ വർക്കിംഗ് കൾച്ചർ എങ്ങനെയായിരിക്കണം? പരസ്പരം പഴി ചാരുക എന്നുള്ളതല്ല, ടീം വർക്കാണ് നമ്മുടെ ഡ്രീം വർക്കൗട്ട് ചെയ്ത് തരുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു വേ ഓഫ് വർക്കിംഗ് ഉണ്ടെങ്കിലേ ഏത് സ്ഥാപനത്തിലും പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ എക്സിക്യൂഷനിലേക്ക് എത്താൻ പറ്റുള്ളൂ. അങ്ങനെ വരുമ്പോൾ എന്ത് ബിസിനസ് ആണെങ്കിലും ബോട്ടിൽ നെക്കുകളോ ചലഞ്ചസോ ഉണ്ടാവും. അത് റിമൂവ് ചെയ്ത് അൺനെസസറി ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ ഒഴിവായി നിന്ന് അതൊക്കെ എലിമിനേറ്റ് ചെയ്ത് സൂപ്പറായിട്ട് പെർഫോം ചെയ്ത് പോകണമെങ്കിൽ ആ വർക്കിംഗ് സ്ട്രക്ചറും വർക്കിംഗ് കൾച്ചറും ഡിഫൈൻ ചെയ്യേണ്ടതുണ്ട്. ആൻഡ് ഫൈനലി ക്യാപ്പബിലിറ്റി ബിൽഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സ്കില്ലും വേണം, വില്ലും വേണം. നമ്മുടെ ആളുകൾക്ക് നന്നായി വർക്ക് ചെയ്യണമെങ്കിൽ കഴിവും വേണം, അതിനുള്ള മനസ്സും വേണം. ആ കഴിവുള്ള മനസ്സുള്ള ആളുകളെ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ്. പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ സ്ഥാപനത്തിൽ റിപ്പീറ്റബിളായിട്ട് നടക്കുന്ന ആക്ഷൻ, സ്ഥിരമായി നടക്കുന്ന പല കാര്യങ്ങൾക്കും ഹൈ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ക്യാപ്പബിളായിട്ടുള്ള കാര്യങ്ങൾക്ക് റൈറ്റ് പീപ്പിൾ തന്നെ വേണം. എല്ലാ ആളുകളും നമ്മുടെ സ്ഥാപനത്തിൽ അസറ്റാണെന്ന് വിചാരിക്കരുത്. റൈറ്റായിട്ട് പെർഫോം ചെയ്യുന്ന നല്ല സ്കില്ലുള്ള ആളുകൾ നമുക്ക് അസറ്റ്സാണ്. അങ്ങനെയുള്ള ആളുകൾ, അതുപോലെ നമുക്ക് ഡിഫൈൻഡ് ആയിട്ടുള്ള പ്രോസസ്സ്, ടെക്നോളജി, പീപ്പിൾ, പ്രോസസ്, ടെക്നോളജി, ഇത് 3 കാര്യങ്ങളിലും ക്യാപ്പബിലിറ്റി ബിൽഡ് ചെയ്ത് വരിക. കാരണം ഇതിൽ കഴിവുകൾ വർദ്ധിക്കുമ്പോൾ പ്ലാൻ ചെയ്ത പല കാര്യങ്ങളുടെ എക്സിക്യൂഷൻ നടക്കും. കാരണം ടെക്നോളജി ഉപയോഗിച്ച് പലതും സ്പീഡായിട്ട് നടത്താൻ പറ്റും. പ്രോസസ്സിലൂടെ പ്ലാൻ ചെയ്ത പല കാര്യങ്ങളും നടത്തിയെടുക്കാൻ പറ്റും. റൈറ്റ് പീപ്പിളാണത് ചെയ്യുന്നതെങ്കിൽ വേഗതയിൽ നടത്തിയെടുക്കാൻ പറ്റും. ഇങ്ങനെ സെറ്റ് ചെയ്യുമ്പോഴാണ് ഈ എൻ്റയർ ഓപ്പറേറ്റിംഗ് മോഡൽ നമുക്ക് സ്ട്രെങ്തായി മാറുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചർ ഒരു വാല്യൂ ക്രിയേഷനുമായിട്ട് അലൈൻ ചെയ്ത് തന്നെ വേണം മുന്നോട്ട് പോകാൻ. എന്ത് പ്ലാൻ ചെയ്യുമ്പോഴും കസ്റ്റമർ പ്ലാൻ വെച്ചിട്ട് തന്നെ ഡിസൈൻ അറൗണ്ട് ദ കസ്റ്റമർ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്ത് സിസ്റ്റം ബിൽഡ് ചെയ്യുമ്പോൾ വിജയിക്കാൻ വേണ്ടി തന്നെ വിൻ ചെയ്യണം. പിന്നെ നമുക്ക് ഈ പ്രിൻസിപ്പിൾസും പ്രോസസ്സും ഒക്കെ വേണം. അതൊരു ബ്യൂറോക്രസി ആയി പോകരുത്. നമുക്ക് മേൽക്കോയ്മയും അങ്ങനെയുള്ള ആധിപത്യം അല്ല വേണ്ടത്. ടീമിനെ എംപവർ ചെയ്ത് പല ആളുകൾക്കും അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളും അവരിൽ നിന്ന് വരുന്ന ആശയങ്ങളൊക്കെ ഉൾക്കൊള്ളാനുള്ളൊരു സംവിധാനം കമ്പനിയിൽ ഉണ്ടാവണം. അതെല്ലാം വെച്ച് ഫാസ്റ്റായി എക്സിക്യൂഷനിലേക്ക് പോകണം. ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ
നമ്മളിന്ന് ഉദ്ദേശിച്ച കോൺസെപ്റ്റ് നമുക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇവിടെയാണ് ഈ ഓപ്പറേറ്റിംഗ് മോഡൽ വളരെ റെലവൻ്റ് ആവണത്. അപ്പോൾ ഈ 5 കാര്യങ്ങളും ഒന്ന് ശ്രദ്ധിച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ട്രാറ്റജികളൊക്കെ ഭംഗിയായിട്ട് നമുക്ക് എക്സിക്യൂട്ട് ചെയ്തെടുക്കാൻ പറ്റും. താങ്ക് യു.